ഹായ്, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ വീക്കിലി അനാലിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ വീക്കിലി അനാലിസിസ് ഇപ്പോൾ ഞാനിത് ശനിയാഴ്ച രാത്രിയിലാണ് ഇത് ചെയ്യുന്നത്. മിക്കവാറും നിങ്ങൾക്ക് നാളെ രാവിലെ ഞായറാഴ്ച രാവിലത്തേക്ക് ഇത് നിങ്ങളുടെ കൈകളിലെത്തും. ചിലർ രാത്രി കാത്തിരിക്കുന്നുണ്ട്, പലരും ഫോൺ ചെയ്ത് മെസ്സേജ് അയച്ച് ചോദിച്ചു, സാറേ ഇതിനായിട്ട് വീഡിയോ വന്നില്ലല്ലോ എന്ന്. അപ്പം എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്ന് പറയുന്ന പോലെ. സമയം വേണ്ടേ? ഓടി 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 പല പല കാര്യങ്ങളല്ലേ. ചുമ്മാതെ നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. എന്തെങ്കിലും പറയാൻ പറ്റുമോ? പറ്റത്തില്ലല്ലോ. നമ്മൾ കാര്യങ്ങളെ പഠിക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച മാർക്കറ്റ് ഓപ്പൺ ചെയ്തോട്ടോ. മാർക്കറ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാർക്കറ്റ് നമ്മൾ പറഞ്ഞ പോലെ നടന്നൊന്ന് കയറി, ഇല്ലേ? നടന്ന് കയറിയ പോലെ തന്നെ തിരിച്ചെന്ത് സംഭവിച്ചേ? നടന്ന് ഇറങ്ങുകയും കൂടെ ചെയ്തു. അപ്പോൾ ഇറക്കം ഞാൻ സത്യം പറഞ്ഞാൽ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കയറ്റം മാത്രമേ ഞാൻ പ്രതീക്ഷിച്ചുള്ളൂ. അപ്പോൾ അവിടെ കൊണ്ട് ഞാൻ പരിപാടിയായിട്ട് അവസാനിപ്പിക്കുകയും ചെയ്തു. അത് ഗ്രൂപ്പിലുള്ളവർക്ക് അറിയുകയും ചെയ്യാം. മാർക്കറ്റ് കൃത്യമായിട്ട് ഇവിടെ നോക്കിക്കേ. മാർക്കറ്റ് കൃത്യമായിട്ട് നോക്കിയാൽ രാവിലെ ഞാൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ വോയിസ് ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, മാർക്കറ്റ് ഒരു പക്ഷെങ്കിൽ ഒരു അപ്സൈഡ് പോകാനുള്ള സാധ്യത ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഒന്ന് താഴോട്ട് വന്നു ഒന്ന് സപ്പോർട്ട് എടുത്ത ശേഷം മാർക്കറ്റ് തിരിച്ച് കയറിപ്പോയി. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ബിഗിനേഴ്സിന് ഇവിടെ ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. കാരണം എന്താണ്, ഇവിടെ ഒരു വലിയ ക്യാൻഡിൽ വേണം. ഈ ക്യാൻഡിലിൽ അവിടെ കയറാൻ നമുക്ക് ഭയങ്കര പാടാണ്. അതേസമയം റിസ്കി ട്രേഡേഴ്സിന് നമുക്ക് എടുക്കാൻ പറ്റും. കാരണം എന്താണ്, റിസ്കി ട്രേഡേഴ്സ് സ്ഥിരമായിട്ട് മാർക്കറ്റിനെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്കിത് കാണുമ്പോൾ മനസ്സിലാവും. എന്താ മനസ്സിലാകുന്നത്? ഫസ്റ്റ് 5 മിനിറ്റ് ക്യാൻഡിൽ താഴെ വന്നിട്ട് തട്ടി തിരിച്ചു പോയി. രണ്ടാമത്തെ ക്യാൻഡിലും ഈ പറയുന്ന പോലെ തന്നെ അവിടെ തന്നെ ആടി കളിച്ച് നിന്നു. മൂന്നാമത്തെ ക്യാൻഡിൽ വീണ്ടും ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നു. നാലാമത്തെ ക്യാൻഡിൽ വീണ്ടും നമ്മുടെ 25 699 687 തട്ടി വന്ന് തിരിച്ചു കയറിപ്പോയി. വീണ്ടും അടുത്ത റെഡ് ക്യാൻഡിൽ വന്ന് ഇതേ 25 687 സപ്പോർട്ട് എടുത്തു. അപ്പോൾ ഒരിക്കലും മാർക്കറ്റ് ഇത് വിട്ട് താഴോട്ട് പോയിട്ടില്ല. നമ്മളുടെ ഈ സപ്പോർട്ട് വിട്ട് എന്ത് ചെയ്തിട്ടില്ല, താഴോട്ട് പോകത്തില്ല. അപ്പോൾ നമുക്കിവിടെ പരീക്ഷിക്കാവുന്ന പരീക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ താഴെ എസൽ ഇട്ടുകൊണ്ട് ഇവിടെ നമുക്കൊരു റിസ്കി ട്രേഡ് ധാരാളം പേര് എടുത്തിട്ടുണ്ട്. ആ ട്രേഡ് ഇതിൻ്റെ താഴെ പോയി സസ്റ്റെയിൻ ചെയ്യുവാണെങ്കിൽ വിട്ട് കളയത്തക്ക രീതിയിൽ ഒരു ട്രേഡ് ഇവിടെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നല്ല രീതിയിൽ നല്ലൊരു പ്രോഫിറ്റ് കിട്ടിക്കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാനൊക്കെ കഴിഞ്ഞാൽ ഇത് പൊസിഷണലായിട്ട് ഞാൻ ഹോൾഡ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റിൽ ഇറങ്ങാൻ പറ്റും. നിങ്ങൾ കണ്ടതുമാണ്. ഓക്കെ, മാർക്കറ്റ് അതിനുശേഷം ഇവിടുന്ന് നല്ല ഒരു കയറ്റം കയറി. ഞാൻ പറഞ്ഞു, മാർക്കറ്റ് ഇവിടുന്ന് നടന്ന് കയറുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് മേലോട്ട് പോയാൽ ഈ 903 കടന്നാൽ ഷോർട്ട് കവറിങ് കാണാമെന്ന് പറഞ്ഞു. പക്ഷെ അത് നടന്നില്ല. അവിടെ വരെ മാർക്കറ്റ് എത്തിയില്ല. അതിന് മുന്നേ അവിടെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്ന് മാർക്കറ്റ് പതുക്കെ ഞാൻ എൻ്റെ ഭാഷ പറഞ്ഞ അരിഞ്ഞ് മാർക്കറ്റ് എന്ത് ചെയ്തു, താഴോട്ട് കൊടുത്തു. ഇവിടുന്ന് 5, 10, 15, 20, 25, 30, 35, 40, 45, 50, 55, 60 1 മണിക്കൂർ കൊണ്ട് കയറിയ മാർക്കറ്റ് തിരിച്ച് ബാക്കി 4 മണിക്കൂർ കൊണ്ടാണ് എന്ത് ചെയ്തത്, തിരിച്ച് താഴെ ഇറങ്ങി. അത്രയ്ക്ക് മാർക്കറ്റിനെ അരിഞ്ഞ് വീഴ്ത്തിയാണ് താഴെ കൊണ്ടുവന്നത്. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എപ്പോഴും പ്രതീക്ഷ നൽകി, മേലോട്ട് കയറും എന്നുള്ള പ്രതീക്ഷ നൽകി മാർക്കറ്റിനെ എന്ത് ചെയ്തു, അരിഞ്ഞ് വീഴ്ത്തി എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ വൈകുന്നേരത്തെ ഡേറ്റയും കൂടെ വന്നു കഴിഞ്ഞപ്പം ഏകദേശം നമുക്ക് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി. എന്താണ്, FIS അവിടെ ഒരു മാറ്റം വരുത്തിയിട്ടില്ല. 1% അവർ ഷോർട്ട് കുറച്ചേക്കുന്നത്. അതേസമയം ഇന്നലെ മിനിഞ്ഞാന്ന് നോക്കുക, ലോങ് സൈഡിൽ പോയ അവന്മാർ 5% അവരുടെ ലോങ് കുറച്ചു. അപ്പോൾ ആ ലോങ് കുറച്ചതിൻ്റെ ഒരു തിക്ത ഫലമാണ് നമ്മൾ ഈ കാണേണ്ട ഈ സാധനം. FIS ഒന്നും ചെയ്തില്ല, 1% മാത്രമേ കുറച്ചുള്ളൂ. ആ 1% മാത്രം കുറച്ചതിൻ്റെ, അല്ലെങ്കിൽ ഒരു 5% ആണെങ്കിൽ രാവിലെ ഷോർട്ട് കുറച്ച് കാണും. കുറച്ചതിൻ്റെ കയറ്റമായിരിക്കും കാണുന്നത്. എന്നിട്ട് വീണ്ടും മേളിൽ വന്നിട്ട് അവർ വീണ്ടും ഷോർട്ട് ബിൽഡപ്പ് ചെയ്ത് കാണുമായിരിക്കണം. ഓക്കെ, അതേസമയം നമ്മുടെ മറ്റേ അണ്ണന്മാർ ഇവിടെ എത്തിയപ്പോൾ ഇവിടെ എത്തിയപ്പോൾ എന്ത് ചെയ്തു, 5% അവിടെ ഉണ്ടായിരുന്നു. അവന്മാർ കുറച്ച് അഴിച്ചു വിട്ടു, മാർക്കറ്റിനെ ഇവിടം വരെ കൊണ്ടെത്തിച്ചു. അപ്പോൾ ഇനിയിപ്പം സത്യം പറഞ്ഞാൽ മാർക്കറ്റിൽ എന്താ സംഭവിച്ചത്? മാർക്കറ്റിൽ ഒരു ഓപ്പറേറ്റർ പ്ലേ ആയിരുന്നു, ഇല്ലേ? കൃത്യമായിട്ടൊരു മാനിപ്പുലേഷൻ ആയിരുന്നു. ഒരു സൈഡിൽ കൂടെ രണ്ടുപേരും കൂടെ ഒത്തോണ്ട്, അല്ലെങ്കിൽ കുറേ ബിഗ് ടീംസും എല്ലാം കൂടെ ഒത്തോണ്ടുള്ളൊരു കളി, രണ്ടുപേർക്കും ലാഭം കിട്ടത്തക്ക രീതിയിൽ, അല്ല അവരുടെ പോക്കറ്റ് നിറയ്ക്കത്തക്ക രീതിയിലുള്ള പരിപാടികളാണ് ചെയ്തത്. ക്ലിയർ മാനിപ്പുലേഷൻ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, വെരി ക്ലിയർ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ ഇതിനകത്ത് എന്താ ചെയ്യേണ്ടത്? ഇതിനകത്ത് നിന്ന് പൊഴിഞ്ഞ് വീഴുന്ന അപ്പകഷ്ണങ്ങൾ പിറക്കി നമ്മൾ കഴിക്കണം. ഇതല്ലേ വേണ്ടത്? ഇത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. അല്ലാതെ ഇവരോടൊന്നും നമുക്ക്
കിടപിടിക്കാൻ നമുക്ക് ഒരിക്കലും പറ്റത്തില്ല. ഇവരോട് മല്ലിട്ട് നിൽക്കാനും നമുക്ക് ഒരിക്കലും പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇതിൻ്റെ ഇടയിൽ നമുക്ക് എന്തെങ്കിലും കിട്ടുവാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അതും പറക്കിക്കൊണ്ട് മാറി നിൽക്കാൻ മാത്രമേ നമ്മൾ ശ്രമിക്കാവൂ. ഓക്കെ, അപ്പം പ്രോഫിറ്റ് കിട്ടിയവർ നല്ല രീതിയിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ധാരാളം പേര് സ്ക്രീൻഷോട്ട് അയച്ചു. നമ്മുടെ വീക്കിലി നമ്മുടെ പോള് കണ്ടപ്പോഴും നല്ല സന്തോഷം തോന്നി. ഏകദേശം 7% നമുക്ക് ആൾക്കാർക്ക് പ്രോഫിറ്റിൽ ഇറങ്ങാൻ പറ്റി കഴിഞ്ഞ ആഴ്ച. അഭിമാനം തോന്നുന്നുണ്ട്. എങ്കിലും നമ്മൾ 75% ഉദ്ദേശിക്കുന്നത്. ആ ഏരിയയിലോട്ട് നമുക്ക് വരും ഇല്ലേ? വരണമെങ്കിൽ നിങ്ങൾ സഹകരിക്കണം. ഞാൻ സഹകരിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ തീരുമാനിക്കണം, നിങ്ങൾ വിചാരിക്കണം നടക്കുമോ ഇല്ലെന്നുള്ള കാര്യം. ഓക്കെ, അവനവനോട് തന്നെ ചോദിക്കുക, ഞാൻ ഇങ്ങനെ പോയാൽ മതിയോ എന്ന് നിങ്ങളോട് തന്നെ ചോദിക്കുക. അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ആൻസർ കിട്ടും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ കാര്യം പറയാൻ. അപ്പോൾ ബാക്കി ഇനി അടുത്ത ഒരാഴ്ച മാർക്കറ്റ് എന്ത് സംഭവിക്കുന്നുള്ള കാര്യം നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്താ സംസാരിക്കാനുള്ളത്? വലിയ അണ്ണന്മാരുടെ എല്ലാം എന്ത് വന്നിട്ടുണ്ട്? റിസൾട്ടുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ റിസൾട്ടുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. റിസൾട്ടുകൾ എങ്ങനെയാണ് ഇനി തിങ്കളാഴ്ച മാർക്കറ്റിനെ നയിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് വന്നേക്കുന്ന എല്ലാവരുടെയും കണ്ണിലുണ്ണിയായിട്ടുള്ള FISൻ്റെ കണ്ണിലുണ്ണിയായിട്ടുള്ള HDFCയുടെ റിസൾട്ടാണ് ആദ്യം വന്നിരിക്കുന്നത്. ഓക്കെ, ഒറ്റ നോട്ടത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാത്തൊരു റിസൾട്ടാണ്. നിങ്ങൾ യൂട്യൂബിനകത്തിൽ പല ആൾക്കാരുടെയും പല അഭിപ്രായങ്ങൾ കാണും. എനിക്കും ഒരു അഭിപ്രായം കാണും, വേറൊരു Xനും ഒരു അഭിപ്രായം കാണും, Yക്കും ഒരു അഭിപ്രായം കാണും, Aയ്ക്കും അഭിപ്രായം കാണും, Bയ്ക്കും അഭിപ്രായം കാണും. ഓക്കെ, ഇതെല്ലാം കൺസിഡർ ചെയ്യേണ്ടത് നിങ്ങളാണ്. ഏത് ആംഗിളിൽ നിങ്ങളിതിനെ കാണുന്നു എന്നതിനനുസരിച്ചിരിക്കും അവരിൽ നിന്നുള്ള പിന്നെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ അവരുടെ നിഗമനങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഏത് കണ്ണിൽ കൂടെ കാണുന്നത്. പലർക്കും പല കണ്ണുകളായിരിക്കുമല്ലോ, പലരും പല കോണുകളിൽ കൂടിയാണ് ഇതിനെ വീക്ഷിക്കുന്നത് അല്ലേ. അപ്പം എനിക്ക് മനസ്സിലായി, ഞാൻ വലിയ സാമ്പത്തിക വിദഗ്ധനോ അല്ലെ വലിയ അനലിസ്റ്റോ ഒന്നും അല്ല. ഓക്കെ, എനിക്ക് എൻ്റെ എളിയ ബുദ്ധിയിൽ തോന്നിയ കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. ഓക്കെ, ഒന്നാമത്തെ കാര്യം നമുക്ക് HDFC ആണ്. ഇതെന്താ അവിടെ പോയി? ഒന്നാമത്തെ കാര്യം നമുക്ക് നോക്കാനുള്ളത് HDFC ആണ്. അപ്പോൾ ഞാൻ എൻ്റെ എളിയ ബുദ്ധിയിൽ തോന്നിയ കുറേ കാര്യങ്ങൾ പറയാം. ഓക്കെ, HDFCയുടെ നമ്മൾ അതിനകത്തോട് ജസ്റ്റ് ഒന്ന് കയറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നത് പ്രോഫിറ്റ് 11.5% പ്രോഫിറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ റിസൾട്ട് കണ്ടാൽ അറിയാം, 11.5% പ്രോഫിറ്റ് അവരുടെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അടുത്തത് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം ആണ്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം. ഓക്കെ, നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം എത്രയാണ്? 6.4% നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം കൂടിയിരിക്കുന്നത്. ഓക്കെ, NI എന്ന് വെച്ചാൽ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം എന്നുള്ളതാണ്. പ്രോഫിറ്റ് 11% കൂടി, നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 6.4% കൂടി. ഇത് രണ്ടും മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്ത അതേ നമ്പർ തന്നെയാണ്. ഓക്കെ, ഇത് മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്ത നമ്പർ തന്നെയാണ് ഇത്. അതുകൊണ്ട് ഇതിന് വലിയ പ്രശ്നങ്ങൾ ഒന്നും ഇല്ല. ഓക്കെ, അടുത്തത് ഉള്ളത് NPA ആണ്. NPAയും GNPA. ഇതെന്താണെന്നറിയാം സംഭവം? NPA എന്താ, GNPA എന്നറിയാം? NPA എന്ന് വെച്ചാൽ നോൺ പെർഫോമിങ് അസറ്റ്. അതായത് നിങ്ങൾ ഇതിൻ്റെ കറക്റ്റ് മലയാളം പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു കഴിഞ്ഞതിന് ശേഷം 1 തവണയോ 2 തവണയോ നിങ്ങൾ ലോൺ മുടക്കി കഴിഞ്ഞാൽ ബാങ്കിൽ നിന്ന് വിളി വരും ഇല്ലേ? എത്രയും പെട്ടെന്ന് കൊണ്ടുപോയി നിങ്ങൾ EMI അടയ്ക്കണം എന്ന് പറഞ്ഞ് ബാങ്കിൽ നിന്ന് തീർത്ത് വിളി വരും. 3 മാസം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഡിഫോൾട്ട് വരുത്തിയാൽ, നിങ്ങൾ അടച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത് നോൺ പെർഫോമിങ് അസറ്റായിട്ട് മാറും. അപ്പോൾ ഇതിങ്ങനെ ആ ഒരു സ്റ്റേജിലേക്ക് മാറും. 3 മാസത്തിൽ കൂടുതൽ വരുന്ന ലോണുകൾ അല്ലെ ഇവർ കൊടുത്തേക്കുന്ന ലോണുകളെല്ലാം 3 മാസം അടവ് തെറ്റിക്കഴിഞ്ഞാൽ അത് നോൺ പെർഫോമിങ് അസറ്റായിട്ട് മാറും. അങ്ങനെ നോൺ പെർഫോമിങ് അസറ്റായിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കമ്പനിയുടെ പിന്നെ ഈ പറഞ്ഞ ക്വാർട്ടർലി റിസൾട്ടിനകത്തിൽ ഇത് പ്രതിഫലിക്കും. അതുകൊണ്ടാണ് ഈ 3 മാസം ആയി കഴിയുമ്പോഴത്തേക്കും മാനേജർമാർ ഓടി വീട്ടിൽ ഡയറക്റ്റ് കാർ പിടിച്ച് വീട്ടിൽ വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഈ 3 മാസം കഴിയാൻ മാനേജറോടാണ് ചോദ്യം വരുന്നത്. മാനേജറുടെ ജോലിക്ക് വരെ പ്രശ്നങ്ങൾ വരും ഇങ്ങനെ NPA ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ. അവർ ബാങ്ക് മാനേജറുടെ ബലത്തിലായിരിക്കും ഈ ലോൺ കൊടുക്കുക. അല്ല അങ്ങേരുടെ ഒരു കൺവിക്ഷൻ്റെ പുറത്തല്ല, നിങ്ങളുടെ കണ്ണുനീരും കൈയും കണ്ടായിരിക്കും ആ മനുഷ്യൻ ലോൺ നിങ്ങൾക്ക് തരുന്നത്. പക്ഷേ നിങ്ങൾ ഏതെങ്കിലും കാരണവശാൽ ലോൺ മുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പണി വരുന്നത് ഈ മാനേജർക്കാണ്. ഉള്ള കാര്യം പറയാമല്ലോ. ഇതിനകത്ത് നമ്മുടെ ഈ ഗ്രൂപ്പിലും ധാരാളം ബാങ്ക് മാനേജർ വേണുണ്ട്, അവർക്കറിയാം. അപ്പോൾ അതുകൊണ്ടാണ് അവർ ഓട്ടോ പിടിച്ചും കാർ പിടിച്ചും നിങ്ങളുടെ വീട്ടിൽ വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. അപ്പോൾ NPA ആയി കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. ഓക്കെ, അപ്പം ആ NPAയുടെ റേറ്റ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞിട്ടുണ്ട്. NPA അവരുടെ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം 0.5 എന്നുള്ളത് 0.4 കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് നല്ലൊരു കാര്യമാണ് ഇല്ലേ. അടുത്ത ഗ്രോസ് NPA ഉണ്ട്. ഗ്രോസ് NPA എന്ന് പറഞ്ഞാൽ എന്താണ്? മൊത്തം ആ ബാങ്കിൽ കൊടുത്തേക്കുന്ന മൊത്തം
അത് ഞാൻ പുറകോട്ട് വരും പറയാം. ഈ ബാങ്ക് കൊടുത്തേക്കുന്ന മൊത്തം ലോണിൻ്റെ കണക്കാണ് ഗ്രോസ് NPA. ആ മൊത്തം കൊടുത്തേക്കുന്ന ലോണിനകത്തിൽ വന്ന വ്യതിയാനം, ഡിഫോൾട്ട് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള വ്യതിയാനം, അതും കുറഞ്ഞിട്ടുണ്ട്. അതായത് കഴിഞ്ഞ പ്രാവശ്യം 1.4 എന്നുള്ളത് ഇപ്രാവശ്യം 1.2 ആയിട്ടുണ്ട്. അപ്പോൾ അതും കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരുടെ അസറ്റ് ക്വാളിറ്റി ഒക്കെ കൊള്ളാം ഇല്ലേ. ബാങ്കിൻ്റെ പ്രവർത്തനം നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഞാൻ ഇതിനകത്തിൽ നമ്മുടെ ബാങ്ക് മാനേജറൊക്കെ ആണെന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറയുന്നത് തെറ്റാണെന്ന് ക്ഷമിക്കണം. ഞാൻ എൻ്റെ എളിയ ബുദ്ധി തോന്നിയ കാര്യമാണ് ഈ പറയുന്നത്. നിങ്ങൾ മാനേജേഴ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ തെറ്റുമെല്ലാം പറയുവാണെങ്കിൽ നിങ്ങൾ തിരുത്താം, ഒരു കുഴപ്പമില്ല കേട്ടോ. കമൻറ്റിൽ തിരുത്തുന്നതിൽ ഒരു കുഴപ്പമില്ല. ഓക്കെ, എൻ്റെ ഒരു ചെറിയ അറിവ് വെച്ച് പറയുന്നുള്ളൂ, നമ്മൾ ഫിനാൻഷ്യൽ കൺസൾട്ടൻ്റ് ഒന്നുമല്ല. അപ്പം ഇതാണ് അതിനകത്തുള്ള സംഭവം. അപ്പം ഇതെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ എന്താണ്, ഒരു വലിയ കുഴപ്പമില്ലാത്ത റിസൾട്ടാണ്. മാർക്കറ്റ് പ്രതീക്ഷിച്ച ഒരു റിസൾട്ടുമാണ്, വലിയ കുഴപ്പമില്ലാത്ത ഒരു റിസൾട്ടുമാണ് HDFC ബാങ്കിൻ്റെ റിസൾട്ട്. അത് മാത്രമല്ല, അവർ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഏകദേശം 473 ബ്രാഞ്ച് തുറന്നു. 473 ബ്രാഞ്ച് ആര് തുറന്നു? HDFC തുറന്നു. അപ്പോൾ ഇത് എന്താ സംഭവിക്കുന്നത്? ഇങ്ങനെ ബ്രാഞ്ച് കൂടുതൽ തുറക്കുമ്പം ബിസിനസ് കൂടും, അപ്പോൾ അവർക്ക് ധാരാളം ഇൻകം വരും, അതിനനുസരിച്ച് അവരുടെ പ്രോഫിറ്റ് മാർജിനും കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് മാത്രമല്ല, ഇന്ത്യയിലെ ഏറ്റവും വലിയ ലീഡിങ് ബാങ്കാണ്. അപ്പം അവർ 473 ബ്രാഞ്ച് ഒരു വർഷം കൊണ്ട് തുറന്നു പറഞ്ഞാൽ ചില്ലറ കഥയാണോ? ചില്ലറ കഥയല്ല ഇല്ലേ. അവർക്ക് ഇപ്പം 9,143 ബ്രാഞ്ച് ഉണ്ടായിരുന്നത് ഇപ്പം 9,616 ബ്രാഞ്ചായി. മനസ്സിലായി HDFC? ഞാൻ ഈ പറയുന്നത് നിങ്ങളുടെ കുറച്ച് അറിവിലേക്കൂടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ഓക്കെ, അത് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഇതാണ്. അപ്പോൾ എൻ്റെ കണക്കും പ്രകാരം HDFCക്ക് വലിയ തട്ടുകേട് ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം. ഇനി നാളെ തിങ്കളാഴ്ച മാർക്കറ്റ് നോക്കുമ്പോൾ അറിയാം എന്ത് സംഭവിക്കുന്നത്. അത് മാത്രമല്ല, ഏകദേശം 940 റേഞ്ചിലാണ് ഇപ്പം HDFC നിൽക്കുന്നത്. ഞാൻ ഓൾറെഡി പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, 1000 റേഞ്ചിൽ എത്തുമ്പം HDFC, എൻ്റെ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാം, 1000 റേഞ്ചിലെത്തുമ്പം HDFC നേരെ തിരിച്ച് താഴോട്ട് 900-930 റേഞ്ച് ടെസ്റ്റ് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പോഴും 930 ടെസ്റ്റ് ചെയ്തു. അപ്പോൾ ഇനി ഇവിടുന്ന് മേലോട്ട് കയറി പോയില്ലെന്നുള്ളത് നമുക്ക് അടുത്ത തിങ്കളാഴ്ച നമുക്ക് കറക്റ്റ് കാര്യം അറിയാം. ഓക്കെ, അടുത്ത നമുക്ക് ആണ് ICICI. നമ്മളെ വളരെ നിരാശപ്പെടുത്തുന്ന റിസൾട്ടായിരുന്നു ICICI റിസൾട്ട്. മോശം റിസൾട്ട് തന്നെ എന്ന് പറയാം. മോശം റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്തതനുസരിച്ചുള്ള പ്രോഫിറ്റ് അവർക്കില്ലായിരുന്നു. അവരുടെ പ്രോഫിറ്റ് 4% ഡൗൺ ആണ്. ഓക്കെ, 4% താഴെ പോയി അവരുടെ പ്രോഫിറ്റ്. ഓക്കെ, അവിടുത്തെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം ഒക്കെ ഏകദേശം 7.7% കൂടിയിട്ടുണ്ട്. ഓക്കെ, ഇയർ ഓൺ ഇയർ ആണ് കൂടിയിട്ടുണ്ട്. പ്രോഫിറ്റ് 4% താഴെ പോയി. അപ്പോൾ തന്നെ നിരാശാജനകമാണ്. പക്ഷേ ഇതൊന്നുമല്ല, ഈ പ്രോഫിറ്റ് 4% പോയെങ്കിലും ഒരു സമാധാനമുള്ള കാര്യമാണ്. പക്ഷേ ഇവരുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ICICI ഞാൻ വായിച്ചതിനകത്ത് എനിക്ക് മനസ്സിലായ 2 കാര്യമാണ്. ഒന്ന്, ഇവരുടെ ഓപ്പറേഷണൽ കോസ്റ്റ് കൂടി. ഓക്കെ, അതൊരു വലിയ പ്രശ്നമാണ്, ഓപ്പറേഷണൽ കോസ്റ്റ്. അതായത് ഇവരുടെ ബാങ്കിൻ്റെ പ്രവർത്തനങ്ങൾക്കുള്ള ചെലവ് കൂടി. ഒന്ന് അത്. രണ്ടാമത്തെ കാര്യമാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. ഇതാണ് സത്യം പറഞ്ഞാൽ മാർക്കറ്റ് ഏറ്റവും ഇതിനെ നെഗറ്റീവായിട്ട് എടുക്കാൻ പോകുന്ന ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർ പ്രൊവിഷൻ കൂട്ടി. 1200 കോടി എന്നുള്ളത് ഇയർ ഓൺ ഇയർ ആണ് പറയുന്നത്. 1200 കോടി പ്രൊവിഷൻ. 1200 കോടി എന്ന് പറയുന്നത് 2500 കോടിയാക്കി പ്രൊവിഷൻ. എന്താ ഈ പ്രൊവിഷൻ അറിയാമേ അതൊക്കെ വേണ്ടി പറയുവാണ്. ഈ പ്രൊവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വർഷം ബാങ്ക് ചില ബാധ്യതകൾ പ്രതീക്ഷിക്കുന്നുണ്ട്, അല്ലെ ചില നഷ്ടങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കയ്യിൽ നിന്ന് കാശ് പോകും എന്ന ഒരു കാൽക്കുലേഷൻ ഇവർക്കുണ്ട്. അപ്പം ഇത് ഇവർ ബാധിക്കാതിരിക്കാൻ വേണ്ടി ഒരു പ്രത്യേക ഫണ്ട് ഇവർ മാറ്റിവെക്കും. നമ്മൾ കുടുക്കലിട്ട് മാറ്റി വെക്കുന്ന പോലെ തന്നെ ബാങ്ക് എന്ത് ചെയ്യും, ഒരു 2000 കോടി രൂപ അല്ല 1500 കോടി രൂപ പ്രത്യേകം വക മാറ്റി അവിടെ മാറ്റിവെക്കും. ഇതിനാണ് പ്രൊവിഷൻ എന്ന് പറയുന്നത്. എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ബാങ്കിനുണ്ടാകുന്ന നഷ്ടം, അല്ലെങ്കിൽ ബാങ്കിനറിയാം ഈ വർഷം ഇന്ന ആളുടെ കയ്യിൽ നിന്ന് ഡിഫോൾട്ട് വന്ന് ബാങ്കിന് നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് ഇവർക്ക് ഓൾറെഡി അറിയാമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള നഷ്ടങ്ങൾ നികത്താൻ വേണ്ടിയുള്ളൊരു ഫണ്ടാണ് ഇത്. അതിനാണ് ഈ പ്രൊവിഷൻ എന്ന് പറയുന്നത്. ഞാൻ പറയുന്ന ആശയം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഭാഷയൊക്കെ ശരിയായിരിക്കത്തില്ല, നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ പറയുന്നത്. ഓക്കെ, അതായത് എനിക്ക് ഈ വർഷം ചില നഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അല്ലെ ചില ലോസുകൾ ഉണ്ടാകാൻ, അല്ലെങ്കിൽ ചില എക്സ്പെൻസുകൾ വളരെ കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ബാങ്കിനെ ബാധിക്കാതിരിക്കാൻ വേണ്ടി ബാങ്കിൻ്റെ ബഡ്ജറ്റിനകത്തിൽ
ഒരു 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 ലംസം എമൗണ്ട് അവർ അലോക്കേറ്റ് ചെയ്ത് മാറ്റി വെക്കും. ഒരു 1000 കോടി 2000 കോടിയും മാറ്റി വെക്കും. അപ്പോൾ എന്തെങ്കിലും ഡിഫോൾട്ടുകളോ മറ്റ് പ്രശ്നങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എക്സ്പെൻഡിച്ചർ വരുവാണെന്നുണ്ടെങ്കിൽ, അവരെന്ത് ചെയ്യും, ആ ഫണ്ട് മീറ്റ് ചെയ്യുന്നത് ഈ മാറ്റി വെച്ചേക്കുന്ന ഫണ്ടിനകത്ത് നിന്നാണ്. അതിനാണ് പ്രൊവിഷൻസ് എന്ന് പറയുന്നത്. ഇങ്ങനെ പ്രൊവിഷൻസിനകത്ത് നിന്ന് എടുക്കുമ്പം ഈ ഫണ്ട് അതിനകത്ത് റിഫ്ലക്റ്റ് ചെയ്യത്തില്ല. മൊത്തത്തിലുള്ള ഇവരുടെ മറ്റേ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനകത്തിൽ അത് പ്രത്യേകമായിട്ട് എടുത്ത് കാണിക്കേണ്ട കാര്യമില്ല. കാരണം അതെന്ത് ചെയ്യും, അത് ഈ ബജറ്റ് ഈ പ്രൊവിഷൻസിനകത്ത് നിന്ന് അവർ അത് അഡ്ജസ്റ്റ് ചെയ്യും. ഇതാണ് സംഭവം. അപ്പം 1200 കോടി എന്ന് പറഞ്ഞ സംഭവം 2500 കോടി ആക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവരെന്താ പ്രതീക്ഷിക്കുന്നത്? ഇവർ പലതും പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ വർഷം പലതും സംഭവിക്കാൻ സാധ്യതയുണ്ട്, നഷ്ടങ്ങളുടെ പട്ടിക കൂടാൻ സാധ്യതയുണ്ട്, നഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു അനുമാനത്തിലാണ് ഇവരെന്ത് ചെയ്തിരിക്കുന്നത്, ഈ പ്രൊവിഷൻ കൂട്ടി വച്ചേക്കുന്നത്. അപ്പം അത് പ്രശ്നമാണ്. അപ്പോൾ ഓൾറെഡി നാട്ടുകാർക്ക് മുഴുവൻ മനസ്സിലായി, ഈ ഇത്രയും മാർജിൻ ഈ പ്രൊവിഷൻ കൂട്ടി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പണി വരാൻ സാധ്യതയുണ്ട് അവറാച്ച എന്നുള്ള ഒരു കൺസെപ്റ്റ് മാർക്കറ്റിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു പക്ഷേ തിങ്കളാഴ്ച മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പം ICICI താഴെ പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഞാൻ ഈ പറഞ്ഞത് കേട്ട് നാളെ ആരും തിങ്കളാഴ്ച തുറക്കുമ്പോൾ PE എടുത്ത് വെച്ചിട്ട് എൻ്റെ ലക്ഷം പോയെന്നും പറഞ്ഞ് എന്നെ തെറി വിളിക്കരുത്. ഉള്ള കാര്യം ഇപ്പോഴേ പറയുകയാണ്. എന്തായാലും ICICI താഴോട്ട് വരാം. കാരണം അത് മാത്രമല്ല, ഓൾ ടൈം ഹൈ നിൽക്കുകയാണ്. ICICI ഓൾറെഡി കയറി ഓൾ ടൈം ഹൈ ആ റേഞ്ചിൽ നിൽക്കുകയാണ്. ഒരു 1400 റേഞ്ചിലെങ്ങാണ്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പം അവിടുന്ന് മാർക്കറ്റ് ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല എത്രയാണ്, ഞാൻ നോക്കിയേക്കാം, അല്ലെ പിന്നെ അതിനി തെറിവിളി വരും. നോക്കട്ടെ ഒരു മിനിറ്റ്. ICICI ഇപ്പോൾ എത്രയിലാണ് നിൽക്കുന്നത് നോക്കിയേക്കാം. 1410, ശരിയാ, എൻ്റെ അനുമാനം കറക്റ്റാണ്. ഓക്കെ, അപ്പം 1410 ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു പൊട്ടലിനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ഞാൻ അനുമാനിക്കുന്നത്. നമുക്ക് കണ്ടറിയാം തിങ്കളാഴ്ച. പലപ്പോഴും മാർക്കറ്റിൽ നെഗറ്റീവ് അല്ലെങ്കിൽ ലോസ് വന്ന ഷെയറുകളൊക്കെ ചില സമയങ്ങളിൽ പറക്കുന്നതും കണ്ടുവരാറുണ്ട്. ഇനി അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്നെ ആരും തെറി വിളിക്കില്ല. ഓക്കെ, അത് മാത്രമല്ല, ഇനി ICICIക്ക് അത് പോസിറ്റീവ് സംഭവമുണ്ട്, അതുകൂടെ പറയാം. ICICIക്ക് ഒരു പോസിറ്റീവ് സംഭവമാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു MD അല്ല CEO 2018 മുതൽ ഉണ്ടായിരുന്ന ഒരു CEO, പുള്ളിയുടെ പേര് ഒരു മിനിറ്റ് നോക്കിക്കോട്ടെ, പുള്ളിയുടെ പേരെന്തുമായിരുന്നു? പുള്ളിയുടെ പേര് ഒരു ബക്ഷി എന്നാണ് പുള്ളിയുടെ ബക്ഷി. ഫുൾ നെയിം ഓർക്കുന്നില്ല, എഴുതി വെച്ചെന്ന് ഞാൻ തോന്നുന്നു. സന്ദീപ് ബക്ഷി അല്ലേ? അതെ, സന്ദീപ് ബക്ഷി. ഓക്കെ, സന്ദീപ് ബക്ഷി എന്ന് പറയുന്ന അവരുടെ MD 2018 മുതൽ ICICIയുടെ തലപ്പത്തുണ്ടായിരുന്നു. ഇദ്ദേഹത്തിന് 2 വർഷം കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു ആ പുള്ളിയുടെ MD സ്ഥാനം. അപ്പോൾ ഈ 2018 എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം 400 റേഞ്ചായിരുന്നു ICICI ബാങ്ക്. ആ 400 നിന്നാണ് ഇപ്പം 1400 എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ 1400 കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അതിന് തലപ്പത്തിരിക്കുന്ന ഒരു ചുവനേരെ പണിയെടുത്തെങ്കിലല്ല ഇത് ഇങ്ങനെ വരത്തുള്ളൂ, അല്ലേ? അപ്പോൾ അതിന് മുഖ്യ പങ്ക് വഹിച്ച ഒരാളാണ് സന്ദീപ് ബക്ഷി. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തെ 2 വർഷം കൂടി ഇരുത്താൻ തീരുമാനിച്ചു. പക്ഷേ 2 വർഷം ഇരുത്തണം എന്നുണ്ടെങ്കിൽ RBIയുടെ അനുമതി വേണം. ഇവർ തീരുമാനം എടുത്തെങ്കിലും RBI അനുവദിക്കണം, പിന്നെ ഷെയർ ഹോൾഡേഴ്സും പറയണം. ഇവർ രണ്ടുപേരും അനുവദിച്ചു കഴിഞ്ഞാൽ സന്ദീപ് ബക്ഷിക്ക് 2 വർഷം കൂടെ അവർ നീട്ടിക്കൊടുക്കും. ഓക്കെ, അപ്പോൾ അതൊരു പോസിറ്റീവ് ട്രിഗറാണ്. ആ ട്രിഗറിൻ്റെ പുറത്ത് മാർക്കറ്റ് കയറുമോ ഇല്ലെന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ഓക്കെ, എന്തായാലും മാർക്കറ്റ് ICICI ഹൈയിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നുള്ളത് നമുക്ക് കണ്ടറിയാം. സമയങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അടുത്തത് നമ്മുടെ മൂത്താശാരി, അതാണ് നമ്മുടെ റിലയൻസ്. ഓക്കെ, മൂത്താശാരിയുടെ കാര്യം പറയുവാണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല. എന്നാൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ റിലയൻസിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിലയൻസിന് 4.1% ഇൻട്രസ്റ്റ് അവരുടെ പ്രോഫിറ്റ് കൂടിയിട്ടുണ്ട്. റവന്യൂ 4.1% റവന്യൂ അവർക്ക് കൂടിയിട്ടുണ്ട്. പ്രോഫിറ്റ് എത്രയാണെന്നറിയോ? 0.7%. നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണേ, ഞാനൊരു കാര്യം പറയുമ്പോൾ നിങ്ങൾ ചിരിക്കരുത്. ഓക്കെ, നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ജയൻറ്റ് കമ്പനിയായ റിലയൻസിൻ്റെ ക്വാർട്ടർ ടു ക്വാർട്ടർ പ്രോഫിറ്റ് എത്രയാണ്? 0.7. ഓക്കെ, നിങ്ങൾ ഒരു ദിവസം ഓപ്ഷൻ ട്രേഡ് ചെയ്തെടുത്ത് ഒരു ദിവസം ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് എത്രയാണ്? ഒന്ന് കമ്പയർ ചെയ്ത് നോക്കി കേട്ടോ. അത്ര ഞാൻ പറയുന്നുള്ളൂ, വേറെ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഓക്കെ, ICICIയുടെ റിസൾട്ട് എത്രയായിരുന്നു? ICICIയുടെ പ്രോഫിറ്റ് എത്രയായിരുന്നു? HDFCയുടെ പ്രോഫിറ്റ് 11.5%. 11.5%
HDFCയുടെ പ്രോഫിറ്റ് ക്വാർട്ടർ ടു ക്വാർട്ടർ ഒരു 3 മാസത്തെ പ്രോഫിറ്റാണ് ഈ പറയുന്നത്, 3 മാസത്തെ പ്രോഫിറ്റ്. ഇനി നിങ്ങൾ ഓപ്ഷൻ ട്രേഡ് ചെയ്ത് ഉണ്ടാക്കുന്ന പ്രോഫിറ്റിൻ്റെ ശതമാനം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഒരു ദിവസം നിങ്ങൾ എത്ര ശതമാനം പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു, ഒരു മാസം നിങ്ങൾ എത്ര ശതമാനം പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു, ജസ്റ്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയോ. ഇത്ര മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് റിലയൻസിലോട്ട് വരാം. വെറും 0.7% ഇല്ലേ, വെറും 0.7% ആണ് റിലയൻസിൻ്റെ പ്രോഫിറ്റ്. എനിക്കറിയാം നിങ്ങൾക്ക് ലാഗ് അടിക്കുന്നുണ്ടെന്ന്, പക്ഷേ നിങ്ങളിത് മനസ്സിലാക്കിയാലേ ഒക്കത്തുള്ളൂ. അപ്പം റിലയൻസിൻ്റെ പ്രോഫിറ്റിനകത്തിൽ ഇവർക്ക് വലിയ മെച്ചം ഉണ്ടായത് പിന്നെ റീറ്റെയിൽ സെഗ്മെൻറ്റിൽ നിന്നാണ്. 8% പ്രോഫിറ്റ് ഇവർക്ക് ഉണ്ടായത്. ഓക്കെ, O2C ബിസിനസ്, അവരുടെ ഓയിൽ ടു കെമിക്കൽ, അതാണ് O2C ബിസിനസ്സിൽ അവർക്ക് വെറും 1% പ്രോഫിറ്റ് മാത്രമേ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൂ, വെറും 1%. പിന്നെ അവരുടെ ഡിജിറ്റൽ സൈഡിൽ നിന്ന്, അതായത് ജിയോ മറ്റ് സംഭവങ്ങളിൽ നിന്ന് അവരുണ്ടാക്കിയിരിക്കുന്നത് 2.17 ആണ്. ഇത്രയും പ്രോഫിറ്റാണ് അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെങ്കിൽ റിലയൻസ് കയ്യാലപ്പുറത്ത് തേങ്ങ പോലെ, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല എന്ത് സംഭവിക്കുന്നുള്ള കാര്യം. മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്ത ആ ഇൻലൈൻ വെച്ചൊക്കെ തന്നെയാണ് റിസൾട്ട് വന്നേക്കുന്നത്. എന്നാലും എത്രത്തോളം മാർക്കറ്റ് ഇതിനെ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ള കാര്യം നമുക്ക് തിങ്കളാഴ്ച മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. ഇത് കയ്യാലെ പുറത്തെ തേങ്ങ പോലാണ്, എങ്ങോട്ട് വേണേലും റിലയൻസ് വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഇവർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രാവശ്യം ഇവർ 431 സ്റ്റോർ തുറന്നിട്ടുണ്ട്. 431 സ്റ്റോർ റിലയൻസ് റീറ്റെയിൽ എന്ന് പറഞ്ഞ സ്റ്റോർ തുറന്നിട്ടുണ്ട്. പിന്നെ ഇവരുടെ ജിയോ 5G, ഓക്കെ, ജിയോ 5G നല്ല രീതിയിൽ പിന്നെ അപ്സൈഡ് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവർ ജിയോ ഫൈബർ നല്ല രീതിയിൽ അവർ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒരു പോസിറ്റീവ് ന്യൂസാണ്. പിന്നെ അടുത്ത ഉടൻ തന്നെ ജിയോയുടെ IPO വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു പോസിറ്റീവ് ന്യൂസാണ്. എന്തായാലും ഇപ്പോൾ നല്ല രീതിയിൽ റിലയൻസ് വീണ് കിടക്കുകയാണ്. അപ്പോൾ ഇനി എന്താണ് തിങ്കളാഴ്ച മാർക്കറ്റിൽ ഉണ്ടാകാൻ പോകുന്നത്, ഈ പറഞ്ഞത് കയ്യാലപ്പുറത്ത് തേങ്ങ പോലാണ്, എന്ത് സംഭവിക്കുന്ന കാര്യം നമുക്ക് കണ്ടറിയാം. അപ്പോൾ എന്തായാലും HDFC ഒന്ന് പിടിച്ച് നിന്നാൽ മാർക്കറ്റ് രക്ഷപ്പെടും എന്നാണ് തോന്നുന്നത്. കാരണം ICICI താഴെ പോകും, ഉറപ്പാണ്. ഞാൻ അങ്ങനെ പറഞ്ഞ് ആരും ബി എടുക്കല്ലേ, ഞാനങ്ങ് എൻ്റെ ആ ഒരു ഫ്ലോയിലങ്ങ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം HDFC എങ്കിലും പിടിച്ചെന്നെങ്കിൽ മാത്രമേ മാർക്കറ്റിനെ പിടിച്ച് നിൽക്കാനുള്ളൊരു ശേഷി കിട്ടത്തുള്ളൂ. അതിൻ്റെ കൂടെ IT സപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് നിലനിൽക്കും. ഇല്ലെങ്കിൽ നമ്മൾ ചിലപ്പം അടിവാരം കാണേണ്ടി വരുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, നമുക്ക് പറയാം. അപ്പോൾ നമുക്കിനി മാർക്കറ്റിലോട്ട് വരാം. ഓക്കെ, കാര്യങ്ങൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പം നിങ്ങൾക്ക് നാളെ തിങ്കളാഴ്ചത്തെ മാർക്കറ്റിൻ്റെ ഒരു സ്ട്രക്ചർ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും കാര്യം പറഞ്ഞത്. അപ്പോൾ നമുക്കിനി മാർക്കറ്റിലോട്ട് വരാം. മാർക്കറ്റിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം നമ്മളുടെ എന്ത് വേണം, നമുക്ക് ഡെയിലി ഒന്ന് നോക്കാം. ഓക്കെ, ഡെയിലി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം വരച്ച അതേപോലെ ഇന്ന് ഒരു ചെറിയൊരു ആശ്വാസമുണ്ട്. ഇന്നലെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഈ വരയ്ക്ക് താഴെയായിരുന്നു ക്ലോസിങ് വന്നേക്കുന്നത് ഇല്ലേ. ഇന്ന് വരയിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. ഈ നല്ല റിജക്ഷനോടുകൂടെ വരയിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പോഴും ഇവിടെ അൺസർട്ടനിറ്റി വിത്ത് ബെയറിഷ് എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം തിങ്കളാഴ്ച നമുക്ക് നോക്കാനുള്ളത് ഈ ലോയാണ്. ഈ ലോ പൊട്ടിച്ച് താഴെ പോയില്ല നോക്കുക. ഇതിന് താഴെ പോയി കഴിഞ്ഞാൽ പിന്നെ അടിവാരം 25,000 നമ്മൾ കാണേണ്ടി വരും. ഈ ലോയ്ക്ക് താഴെ പോയി കഴിഞ്ഞാൽ ഓക്കെ, 1 ഡേ വൈസിൽ നമുക്ക് ഇത്ര മാത്രമേ പറയാനുള്ളൂ. അപ്സൈഡ് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന് മുകളിൽ ക്ലോസിങ് കിട്ടണം. ഈ പോയിന്റിന് മുകളിൽ നമുക്ക് ഇന്നലത്തെ കഴിഞ്ഞ ദിവസം വ്യാഴാഴ്ചത്തെ ആ ഹൈ നമുക്ക് അതിൻ്റെ മുകളിൽ നമുക്ക് ക്ലോസിങ് കിട്ടണം. എന്നെങ്കിൽ മാത്രമേ നമുക്കൊരു ഡേ വൈസിൽ ഒരു അപ്സൈഡ് അല്ലെങ്കിൽ വീക്ക്ലി ബേസിൽ നമുക്കൊരു അപ്സൈഡ് മാത്രം പറയാൻ പറ്റത്തുള്ളൂ. സാധാരണഗതിയിൽ ഈ പോയിന്റിലെത്തിയാൽ മാർക്കറ്റ് ഇവിടുന്ന് തിരിച്ചു കയറലാണ് സാധാരണ പതിവ്. ആ പതിവ് ഈ പ്രാവശ്യം തെറ്റിക്കുമോ ഇല്ലയെന്നുള്ളത് നമുക്ക് കണ്ടറിയണം. ഓക്കെ, അപ്പോൾ എത്രയേ ഉള്ളൂ അതിനെപ്പറ്റി പറയാൻ. അത്രയും ഭാഗം പറഞ്ഞുകൊണ്ട് നമുക്ക് അവിടെ നിർത്താം. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇൻട്രാഡേയിലോട്ട് വരാം. ഇൻട്രാഡേയിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിനി നമുക്ക് നോക്കാനുള്ള എന്താണ്, നമുക്ക് നോക്കാനുള്ളത് മാർക്കറ്റ് കഴിഞ്ഞ ദിവസം ഇതൊന്നും ഇതിന് ആവശ്യമില്ല പോട്ടെ. മാർക്കറ്റ് ഇനി ഈ ലോ
ഓക്കെ, മാർക്കറ്റ് ഈ ലോ ബ്രേക്ക് ചെയ്യുന്നത് എത്രയാണ്? 25,604. ഈ ലോ ബ്രേക്ക് ചെയ്യുന്നത് നോക്കുക. ഈ ലോ ബ്രേക്ക് ചെയ്ത് പോയാൽ പണി പാളും. ഓക്കെ, ഇല്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യണം. രണ്ട് കാര്യമേ പറയാനുള്ളൂ, വേറെ കൂടുതലൊന്നും പറയാനില്ല. നാളെ ഇൻട്രാഡേയിൽ ഈ 25,604 സപ്പോർട്ട് എടുക്കുന്നുണ്ടോ എന്ന് നോക്കുക. ഇവിടെ തിരിച്ചു കയറുന്നത് നോക്കുക. ഓക്കെ, ഇല്ല മോളോട്ടാണെന്നുണ്ടെങ്കിൽ ഇത് സസ്റ്റെയിൻ, ഈ 25,687 സസ്റ്റെയിൻ ചെയ്യണം നോക്കുക. ഈ രണ്ട് കാര്യം മാത്രമേ പറയാനുള്ളൂ, വേറെ കൂടുതലൊന്നും പറയാനുള്ളൂ. ബാക്കി കാര്യങ്ങളെല്ലാം പണ്ട് പറഞ്ഞ അതേമാതിരി തന്നെ. ഓക്കെ, നമ്മൾ വലിയ അണ്ണന്മാരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ HDFC, ഞാൻ പറഞ്ഞല്ലോ, റിലയൻസിൻ്റെ കാര്യം നോക്കിക്കേ, ഈ പറയുന്ന നമ്മൾ വരച്ചിട്ട് ഒരു ബേസ് ലൈൻ ഉണ്ടായിരുന്നു അല്ലേ, ഒരു റേഞ്ച് ലൈൻ. അവിടെ പോയി കറക്റ്റ് തട്ടി മാർക്കറ്റ് തിരിച്ച് ആക്ച്വലി റിലയൻസ് തട്ടി അവിടെ പോയി നേരെ താഴെ പോയി വീണ്ടും ഞാൻ ഈ പറഞ്ഞ 1459 സപ്പോർട്ട് എടുത്ത് നിൽക്കുകയാണ്. നാളെ എന്താ സംഭവിക്കുന്നത് നമുക്ക് അറിയത്തില്ല. മാർക്കറ്റ് ഇതിൻ്റെ മുകളിൽ നിന്നാൽ, ഈ ലൈൻ്റെ മുകളിൽ നിന്നെങ്കിൽ മാത്രമേ നമുക്ക് അപ്സൈഡ് ഉള്ളൂ. ഇല്ല ഇതിന് താഴെ പോകുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഫർദറായിട്ട് റിലയൻസ് വീഴുന്നത് നമുക്ക് കാണേണ്ടി വരും. ഓക്കെ, അത്ര മാത്രമേ ഞാൻ അതിനെപ്പറ്റി പറയുന്നുള്ളൂ. ഇനി അടുത്തത് HDFC നോക്കിക്കഴിഞ്ഞാൽ 930 റേഞ്ചിലാണ് നിൽക്കുന്നത്. 940 മുകളിൽ പോകാതെ നമുക്കൊരു അപ്സൈഡും ഇല്ല. 940 മുകളിൽ സസ്റ്റെയിൻ ചെയ്യാതെ നമുക്ക് HDFCക്കകത്തിൽ ഒരു അപ്സൈഡ് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് കാണണം? നമ്മൾ താഴോട്ട് വീണ്ടും കാണേണ്ടി വരും. താഴോട്ട് വരച്ചിട്ടില്ലേ? താഴോട്ട് വരച്ചിട്ടില്ല. 843, അതൊന്നും പറ്റത്തില്ല. നമുക്ക് ഈ ലോ തന്നെ മാർക്ക് ചെയ്ത് വെക്കാം. ഇത് ടെമ്പററി ആയിരിക്കും ഞാൻ ഈ വരയ്ക്കുന്നത്, പക്ഷെ നമുക്ക് ഈ ലോ മാർക്ക് ചെയ്ത് വെക്കാം. ഈ ലോ അങ്ങനെ 919. ഈ 919 താഴെ പോയാൽ പണിപാളും. 919 മുകളിൽ ഡേ നിന്നെങ്കിലേ രക്ഷയുള്ളൂ. ഓക്കെ, 940 മുകളിൽ പോയെങ്കിൽ നമുക്ക് ഒരു അപ്സൈഡ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തുള്ളൂ. ICCയുടെ കാര്യം നിങ്ങളൊന്നും പറയാൻ നിൽക്കേണ്ട. ഇതാ നോക്കിക്കേ, നല്ല രീതിയിൽ മുകളിൽ പോയിട്ട് സാധനം തിരിച്ച് താഴോട്ട് വരികയാണ്. ഈ 1444 പുള്ളിയുടെ ഹൈ, 1403 സപ്പോർട്ട്. അപ്പോൾ ഇത് പൊട്ടിയാൽ നേരെ ആശാൻ ഇങ്ങ് താഴെ 1352 വരെയൊക്കെ കണ്ടാലും നമ്മൾ യാതൊരു വിധത്തിലും ഖേദിക്കണ്ട. ഓക്കെ, അപ്പോൾ നമ്മൾ തിങ്കളാഴ്ച, അപ്പോൾ ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. തിങ്കളാഴ്ച മാർക്കറ്റ് ഇതിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന് നോക്കുക. ഈ ലോ ഒക്കെ ബ്രേക്ക് ചെയ്ത് താഴെ പോയാൽ പിന്നെ സാധനം നേരെ താഴോട്ട് തന്നെ പോരും. പക്ഷേ ഇനി ഒറ്റ പ്രതീക്ഷയേ ഉള്ളൂ ICCക്കകത്തിൽ, ആ ബക്ഷിയുടെ അപ്പോയിൻമെൻറ്റ്. അത് മാർക്കറ്റ് എങ്ങനെ എടുക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയണം. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത് ബാങ്ക് നിഫ്റ്റിയിലോട്ട് വരാം. ബാങ്ക് നിഫ്റ്റിയിൽ പ്രത്യേകിച്ച് പറയാനൊന്നും ഇല്ലല്ലോ. ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഇതിന് മുകളിലോട്ട് പോയാൽ നമുക്ക് 60,000 കാണാമെന്ന് പറഞ്ഞിരുന്നു. 60,000 എത്തി മാർക്കറ്റ് ഇല്ലേ. ഈ നമ്മൾ മാർക്കറ്റ് ഇവിടെ നിന്നാണ് കളിച്ചത് ഇല്ലേ. ഞാൻ പറഞ്ഞു ഇത് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയാൽ നമുക്ക് 60,000 കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. 60,000 കണ്ടു. ഇനി നാളെ എന്താ സംഭവിക്കുക എന്നുള്ളത്, 60,360 പൊട്ടി മേലോട്ട് കയറിപ്പോയാൽ അപ്സൈഡ് ഇല്ല. ഈ 955 പൊട്ടിയാൽ നേരെ താഴോട്ട്. ഇത്ര മാത്രമേ പറയാനുള്ളൂ, വേറെ കൂടുതലൊന്നും പറയാനില്ല. ഓക്കെ, അപ്പോൾ 955 പൊട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കുക. അതിനുശേഷം ബാക്കി കഥ നമുക്ക് അന്നേരം പറയാം. കാരണം നോക്കിക്കേ, ബാങ്ക് നിഫ്റ്റി 515 പോയിന്റ് പ്ലസ്സിലും നിഫ്റ്റി വെറും 28 പോയിന്റ് പ്ലസ്സിലും. നോക്കിക്കേ എന്തൊരു അന്തരമാണെന്ന് നോക്കിക്കേ. അപ്പോൾ ഈ അന്തരം നാളെ കുറയോ ഇല്ല, തിങ്കളാഴ്ച കുറയോ ഇല്ലെന്നുള്ളത് നമുക്ക് കണ്ടറിയാം. വേറെ കൂടുതലൊന്നും പറയാനില്ല. ഓക്കെ, മിഡ് ക്യാപ്പിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ശോകമായിരുന്നു. ഈ മിഡ് ക്യാപ്പ് പെർഫോം ചെയ്തില്ല എന്ന് തന്നെ പറയാം. നമ്മുടെ എന്താ പറയുക, വിചാരങ്ങൾക്കെതിരെയായിരുന്നു മിഡ് ക്യാപ്പ് പെർഫോം ചെയ്തത്. കാരണം വെച്ച് കഴിഞ്ഞാൽ BSE ആയിരുന്നു അതിൻ്റെ കാരണം. BSEയും ഹീറോ മോട്ടോകോപ്പും ഡിക്സണും, ഇവർ 3 പേരുടെ ഇവനെ കൂടെ തന്നെ അടിച്ച് താഴെ കൊണ്ടുവരും. ഓക്കെ, അപ്പം ഈ ഡിക്സണൊക്കെ നല്ല രീതിയിൽ 17,000 ഒക്കെ 18,000 പോയ സ്റ്റോക്കാണ്. ഇപ്പോൾ വെറും 10,000-ലാണ് കിടക്കുന്നത്. കാരണം ഈ താരിഫിൻ്റെ ഈ പ്രശ്നവും ഇലക്ട്രോണിക്സിന് അതിൽ പല പ്രശ്നങ്ങളുള്ളതുകൊണ്ടാണ് ഈ സംഭവം, ഈ ഡിക്സൺ ഇത്രയും താഴെ പോയത്. അപ്പം ഡിക്സൺ അതിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവ് ന്യൂസ് വന്നു കഴിഞ്ഞാൽ മിഡ് ക്യാപ്പിനെ നല്ലപോലെ ബാധിക്കും. നല്ല രീതിയിൽ സപ്പോർട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഡിക്സൺ അതിലൊരു പോസിറ്റീവ് മൊമെൻറ്റം വരണം. അപ്പം നമുക്ക് ഇപ്പം കോഫോർജ് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം കോഫോർജ് ഒരു ബോട്ടം ലെവൽ കണ്ടു കഴിഞ്ഞു. ഇനി ഇവിടുന്ന് IT സപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കോഫോർജും പെർസിസ്റ്റൻസ് സിസ്റ്റവും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഇവർ രണ്ട് സപ്പോർട്ട് കഴിഞ്ഞാൽ നമ്മുടെ മിഡ് ക്യാപ്പ് കയറിപ്പോവും. BSE ഒരു
പരുവത്തിലൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്, മേലോട്ടോ താഴോട്ടോ. മേലോട്ടാണെങ്കിൽ ഒരു ബ്രേക്കൗട്ട് കിട്ടിയാൽ 3000 കടന്ന് മേലോട്ട് പോകാനുള്ള 2900 കടന്ന് മേലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. എല്ലാ പ്രോഫിറ്റ് ബുക്കിംഗ് വരുവാണെന്നുണ്ടെങ്കിൽ മിഡ് ക്യാപ്പും അതിൻ്റെ കൂടെ താഴെ വരും. കാരണം BSE ആണ് ഏറ്റവും കൂടുതൽ വെയിറ്റ് ഉള്ള സ്റ്റോക്ക്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നാളെ കണ്ടറിയേണ്ടത് 13,840 ക്രോസ് ചെയ്ത് പോകുമെന്നുള്ളതാണ്. അപ്പോൾ നിൽക്കുന്ന 682 എങ്കിലും 13,771 ക്രോസ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ, ഇത് ഞാൻ പറഞ്ഞില്ല, ഇവന് വണ്ടി വിട്ട പിന്നെ ഭയങ്കര സ്പീഡിലായിരിക്കും സാധനം പോകുന്നത്. പക്ഷേ ഇവരെല്ലാവരോടും സഹകരിക്കണം. HDFC MCA ഒക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ സപ്പോർട്ട് ചെയ്താൽ നമുക്ക് ഈ 840 കടന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ 14,000 ആയിരിക്കും അടുത്ത സ്റ്റോപ്പ്. വേറെ എങ്ങും ഒരു സ്റ്റോപ്പ് കാണത്തില്ല. എന്തായാലും അടുത്ത ദിവസങ്ങളിൽ നമുക്ക് മിഡ് ക്യാപ്പിൽ എന്താ സംഭവിക്കാൻ നോക്കാം. എന്തായാലും വളരെ നിർണായകമാണ് തിങ്കളാഴ്ചത്തെ ദിവസം. ഓക്കെ, മാർക്കറ്റ് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത്. ഈ മിഡ് ക്യാപ്പും നിഫ്റ്റിയും രണ്ടും രണ്ട് ധ്രുവങ്ങളിലായിരിക്കും സഞ്ചരിക്കുക തിങ്കളാഴ്ച. കാരണം അവിടെ റിലയൻസും റിലയൻസും ബാങ്കും HDFC ഒക്കെയാണ് അവിടെ കിടന്ന് കളിക്കുന്നത്. അപ്പം അത്ര വലിയ ഇൻഫ്ലുവൻസ് ഇവിടെ ഉണ്ടാകാൻ സാധ്യതയില്ല. ഇവിടെ ഇൻഫ്ലുവൻസ് ഉണ്ടാകാൻ സാധ്യതയുള്ളത് IT-കാർക്കാണ്. അപ്പം IT എങ്ങനെ പെർഫോം ചെയ്യുന്ന അനുസരിച്ചിരിക്കും നമ്മളുടെ ഐറ്റിയും BSEയും കൂടെ ഒന്ന് ചേർന്നാൽ നമ്മുടെ മിഡ് ക്യാപ്പ് പറക്കും. ഇല്ലെങ്കിൽ ആ സ്റ്റോക്കുകളുടെ മൂവ്മെൻറ്റ് അനുസരിച്ച് മാത്രമേ നമുക്ക് ബാക്കി കാര്യം പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അടുത്ത സെൻസെക്സിന്, കഴിഞ്ഞ പ്രാവശ്യം സെൻസെക്സിൻ്റെ കാര്യം പറയാൻ മറന്നുപോയി. സെൻസെക്സ് കൂടെ നമുക്കൊന്ന് നോക്കിയേക്കാം. ധാരാളം പേര് പരാതി പറഞ്ഞു, സാർ സെൻസെക്സ് മറന്നുപോയി പറയുന്നില്ല എന്നൊക്കെ ഉള്ളത്. സെൻസെക്സ് പറയാനുള്ളത്, നമ്മുടെ ലെവലുകളൊക്കെ കൃത്യമായിട്ട് റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. പണ്ട് പറഞ്ഞ ലെവലുകളൊക്കെ തന്നെയാണ്. അപ്പം 84,100 നമുക്ക് മുകളോട്ട് കടന്നു കിട്ടണം. 84,100 വരച്ചിട്ടേക്കാം. ഞാനിവിടെ നിങ്ങൾക്ക് വരച്ചിട്ടേക്കാം. ഇവിടെ ഇതൊരു ലൈനാണ്. ഈ ഒരു ലൈൻ ശ്രദ്ധിക്കുക. അതിനുശേഷം താഴോട്ടുള്ളത് ഈ ഒരു ലെവൽ. ഓക്കെ, ഈ 2 ലൈനാണ് ശ്രദ്ധിക്കാനുള്ളത്. ബാക്കിയെല്ലാം നിങ്ങളുടെ കയ്യിലുണ്ട്. താഴോട്ട് നിങ്ങൾക്ക് ഇനിയും കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ വരയൊക്കെ നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. താഴോട്ട് ഇനി ഒരു വരയുടെ വരയ്ക്കേണ്ടി വരും അല്ലേ. നോക്കാം, 1 മിനിറ്റ്, 45 മിനിറ്റ് നോക്കി കഴിഞ്ഞാൽ ഇത് ഒരു ലൈൻ. ഓക്കെ, 82,272 ഒത്തിരി കൂടുതലാണ്. 82,272 600 പോയിന്റ്. ഓക്കെ, ഇതിനിടയ്ക്ക് ഒരു ലൈൻ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഒരു ലൈൻ വരയ്ക്കണമെന്നുണ്ട്. ഇതാ. ഓക്കെ, 524. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ലൈനുകളൊക്കെ നിങ്ങൾ നോക്കി മാർക്ക് ചെയ്ത് വെക്കുക. കണ്ടറിയാം എന്താണ് സംഭവിക്കുക എന്നുള്ളത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. സമയം ഒത്തിരി കടന്നുപോയി. അപ്പോൾ എല്ലാവർക്കും തിങ്കളാഴ്ച ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. പഠിക്കാതെ വിജയിക്കാൻ പറ്റത്തില്ല. ഓക്കെ, താങ്ക് യു ഓൾ.